Meet the editors. പുനർനിർണയത്തിൽ പോരാട്ടമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ 1973 അവസാനമായിട്ട് ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുന്നത്, അവസാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അന്നാണ് 543 എന്ന ലോക്സഭയിലെ അംഗസംഖ്യയിലേക്ക് എത്തുന്നത്. രണ്ടുപേരെ ആംഗ്ലോ ഇന്ത്യയിൽ കൂടി നമ്മൾ പ്രതിനിധാനം ചെയ്താൽ 545 എന്ന സംഖ്യയിലേക്ക് എത്തുന്നത്. ഇന്ന് 888 അംഗങ്ങളെ ഇരുത്താൻ കഴിയുന്ന ഒരു പാർലമെന്റ് നമുക്കുണ്ട്, വിസ്ത. അപ്പോൾ അന്ന് ആ പാർലമെന്റിൽ അംഗസംഖ്യ അത്രയും വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ഭയന്നിരുന്നതാണ് ഒരുപക്ഷെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ്. അത് ആനുപാതികമായിട്ടാണ് എന്ന് പറയുമ്പോൾ, ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിന്നിലേക്ക് പോകും. ഒരു കണക്ക് നോക്കുന്നത് 63 സീറ്റുകൾ വരെ ഉത്തർപ്രദേശിൽ കൂടുമ്പോൾ കേരളത്തിന് ഒന്നും കൂടാത്ത അവസ്ഥ ഉണ്ടാവുകയും. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നുള്ളൊരു പോരാട്ടത്തിനാണോ കളമൊരുങ്ങുന്നത്? നിശ്ചയമായും ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയമില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മളുടെ പങ്ക്, നമ്മുടെ പങ്കാളിത്തം, നമ്മളുടെ പ്രാതിനിധ്യം അത് ഉറപ്പാക്കാൻ ഏതൊരു സംസ്ഥാനത്തിനും അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? മാർച്ച് 22 MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് യോഗം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് ഒഡീഷയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെയുള്ള മുഖ്യമന്ത്രിമാരെയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ഒരു യോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റക്കെട്ടായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അതുകൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ചില ചെറിയ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ തന്നെയും ഈ പ്രശ്നം വളരെ ശക്തമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം പുലരുകയുമുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 1951 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. 51 ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ അന്നത്തെ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തെ പാർലമെന്റിലുള്ള സീറ്റ് എത്രയാണ്, ലോക്സഭയിലുള്ള സീറ്റ് എത്രയാണ്? 494 സീറ്റാണ്. എന്തുകൊണ്ടാണ് 494 സീറ്റ് എന്ന് പറയുന്നത്? ഭരണഘടനാ തത്വം അനുസരിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 36 കോടി ജനങ്ങളാണ് 1951 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 494 സീറ്റുകൾ എന്നുള്ളത് ലോക്സഭയിൽ ക്രമീകരിക്കപ്പെട്ടത്. 1951 സ്ഥിതി അതാണെങ്കിൽ 1961 വരുമ്പോൾ അടുത്ത സെൻസസ് വരുന്നു. സ്വാഭാവികമായും അടുത്ത സെൻസസ് വരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമല്ലോ. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് പാർലമെന്റിലെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. അപ്പോൾ 1961 നമ്മൾ വീണ്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു. എത്രയിലേക്കാണ്? 522 സീറ്റുകളായിട്ട് നമ്മൾ ഉയർത്തുന്നു. അന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 44 കോടിയായി. 36 കോടിയിൽ നിന്ന് 44 കോടിയിലേക്ക് 8 കോടിയുടെ വർധന ഉണ്ടാകുമ്പോൾ 10 വർഷത്തിനുള്ളിൽ സീറ്റുകളുടെ എണ്ണത്തിലും നമ്മൾ ആ വർധന വരുത്തുന്നു ആനുപാതികമായി. അങ്ങനെ 494 സീറ്റുകളിൽ നിന്ന് 522 സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ഈ പറയുന്ന ലോക്സഭയിലെ അംഗസംഖ്യ വിപുലമാക്കുന്നു. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1971 തെരഞ്ഞെടുപ്പ് വരുന്നു. 1971 സെൻസസും 1971 തെരഞ്ഞെടുപ്പും വരുമ്പോഴാണ് നമ്മൾ 543 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ്? അപ്പോഴേക്കും നമ്മുടെ അംഗസംഖ്യ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54 കോടിയായിരിക്കുന്നു എന്നുള്ളതാണ്. 54 കോടിയായ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ പ്രാതിനിധ്യം അനുസരിച്ച് 543 സീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇന്നും നമ്മുടെ സീറ്റ് 543 തന്നെയാണ് ലോക്സഭയിൽ. അന്നത്തെ കണക്കെന്താണ്? 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്നുള്ളതാണ്. 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ളതാണ്. അപ്പോൾ 543 പേരാകുന്നു 54 കോടി ജനങ്ങൾ. വളരെ കൃത്യമാണ്. 1971 നമ്മളത് ഫ്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഫ്രീസ് ചെയ്യുന്നത്? പിന്നീട് അങ്ങോട്ടേക്ക് നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൺട്രോളിലേക്ക് മാറുന്നു, അല്ലേ? ജനസംഖ്യാ വർധന എന്ന് പറയുന്നത് അഭൂതപൂർവമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ജനസംഖ്യാ സ്ഫോടനം സംഭവിക്കുന്നു. അത് തടസ്സപ്പെടുത്തേണ്ടതുണ്ട്, അഥവാ അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാർ. നമ്മൾ ആ കാലഘട്ടം ഒന്ന് ആലോചിക്കണം. നമ്മൾക്ക് വലിയ ഭക്ഷ്യക്ഷാമമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന, നമ്മളങ്ങനെ വലിയ ഇൻഡസ്ട്രിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് മാത്രമായിട്ടുള്ള സമയമാണ്. അപ്പം വലിയ വ്യവസായ വിപ്ലവമൊന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷ്യക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഹരിത വിപ്ലവം ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിരുന്നു. അന്നാണ് 1971 നമ്മൾ ഈ പറയുന്ന ഭരണഘടനയെ അമെൻഡ് ചെയ്തുകൊണ്ട് 2000 വരെ ഈ സീറ്റുകൾ ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലേ? 2000 വരെ ഇനി ലോക്സഭയിലെ നമ്പർ ഓഫ് സീറ്റ്സ് വർദ്ധിപ്പിക്കേണ്ടതായി തീരുമാനിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ഓരോ സംസ്ഥാനവും ജനസംഖ്യയെ യാതൊരു വിധത്തിലും നിയന്ത്രിക്കാതിരിക്കും. എന്താണ്? ആ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം ലോക്സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് 1971 നമ്മളത് ഫ്രീസ് ചെയ്തത്. 1971 ഫ്രീസ് ചെയ്ത ആ തീരുമാനം 2000 വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. എന്താണ്? 71 മുതൽ 2000 വരെ നമ്മൾ ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. 2000 വീണ്ടും നമ്മൾ ഭരണഘടന അമെൻഡ് ചെയ്യുന്നു. എന്താണ് ആ തീരുമാനം? 2026 വരെ
നമ്മളിത് വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. 2026 വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചർച്ചയ്ക്കെടുക്കുകയാണ്. എന്താണ് ആ ചർച്ച എന്ന് പറയുന്നത്? നമുക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ലോക്സഭയിലെ പ്രാതിനിധ്യം നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടണ്ടേ എന്നുള്ളതാണ്. ന്യായമായൊരു ചോദ്യമായിട്ട് തന്നെ നമുക്കതിനെ മനസ്സിലാക്കാം. രണ്ട് സാധ്യതകളാണ് ഇക്കാര്യത്തിൽ സർക്കാർ ആരായുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് നിലവിൽ 543 സീറ്റുകളുണ്ടല്ലോ. ഈ 543 സീറ്റുകളുടെ ക്യാപ്പ് അതേപോലെ തന്നെ നിർത്തുക, എന്നിട്ട് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനർവിതരണം ചെയ്യുക. എങ്ങനെയാണ് പുനർവിതരണം ചെയ്യുക? ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുനർവിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ 543 സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ക്യാപ്പ് നിർത്തുന്നു, എന്നിട്ട് നമ്മളത് പുനർവിതരണം ചെയ്യാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, കേരളത്തിൽ സീറ്റുകൾ നഷ്ടമാകും, തമിഴ്നാടിന് സീറ്റുകൾ നഷ്ടമാകും, ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും കർണാടകയ്ക്കും സീറ്റ് നഷ്ടമാകും. അതാണ് പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ എന്താ, നമ്മളിവിടെ നന്നായി പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തത് വഴി നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേ ഇനിയൊരു സീറ്റ് നിർണ്ണയം നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലുണ്ടല്ലോ, നിലവിൽ ഇപ്പം 80 സീറ്റാണ് ഉള്ളത്. 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ 91 സീറ്റാകും. 11 സീറ്റ് കൂടും ഉത്തർപ്രദേശിൽ. ബീഹാറിൽ എത്ര സീറ്റാണ് കൂടുക എന്നറിയോ? നിലവിൽ 40 സീറ്റാണ് ഉള്ളത്, 50 സീറ്റാവും. 10 സീറ്റ് ബീഹാറിന് കൂടുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ 25 സീറ്റാണ് ഉള്ളത്, അത് 31 സീറ്റാവും. 6 സീറ്റ് കൂടും. മധ്യപ്രദേശിൽ 29 സീറ്റാണ് ഉള്ളത്, അത് 33 സീറ്റായിട്ട് വർദ്ധിക്കും. 4 സീറ്റ് കൂടും. അങ്ങനെ വരുമ്പോൾ ഈ 4 സംസ്ഥാനങ്ങൾ മാത്രം നിർത്തിയേ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ, അവിടെ എത്ര സീറ്റാണ് കൂടുക എന്നറിയാവോ? 33 സീറ്റ് കൂടും ഒറ്റയടിക്ക്. അതായത് ഈ 543 നിർത്തിക്കൊണ്ടാണ് കേട്ടോ. അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 33 സീറ്റുകളാണ് ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രം കൂടാൻ പോകുന്നത്. എന്നാൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി? തമിഴ്നാട്ടിൽ 39 സീറ്റാണ് നിലവിലുള്ളത്, അവർക്ക് 8 സീറ്റും കുറയും, 31 സീറ്റായിട്ട് മാറും. ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും കൂടി 42 സീറ്റുണ്ട്, അത് 34 കുറയും, അപ്പോഴും 8 സീറ്റ് അവിടെയും കുറയും. കേരളത്തിൽ എത്ര സീറ്റാണ് കുറയാന്നറിയോ? 8 സീറ്റ് കുറയും, 12 സീറ്റായിട്ട് കേരളത്തിൽ മാറും. 1971 നമ്മുടെ പോപ്പുലേഷൻ എത്രയാണെന്നറിയോ? 2 കോടിയാണ്. ആ 2 കോടി വെച്ചിട്ടാണ് നമുക്ക് 20 സീറ്റ് എന്ന് പറയുന്നത്. അന്ന് ഫ്രീസ് ചെയ്തപ്പോൾ 20 സീറ്റാണ് നമുക്കുള്ളത്. കാരണം എന്താ? അന്ന് നമുക്ക് 2 കോടിയാണ്. ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, 10 ലക്ഷമാണ് ഒരു സീറ്റ്. അങ്ങനെ ആകുമ്പോൾ 1 കോടിയിൽ 10 സീറ്റ്, 2 കോടിയാകുമ്പോൾ 20 സീറ്റ്. ഇതാണ് കണക്ക്. ഇപ്പോൾ നമുക്ക് 3.5 കോടിയുണ്ട്, അതുകൊണ്ട് സീറ്റ് വർദ്ധിക്കില്ല കേട്ടോ, 12 സീറ്റായിട്ട് കുറയുക ചെയ്യുക. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എന്താ പറ്റുക? തെക്കേ ഇന്ത്യയിൽ 26 സീറ്റ് കുറയും. 543 സീറ്റുകളുള്ള പാർലമെൻറ്റിൽ നിലവിൽ നമ്മളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിൽ 129 സീറ്റാണ്. ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിലൂടെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരിയിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തമിഴ്നാടിൻ്റെ അക്കൗണ്ടിലാണ് കൂട്ടുന്നത്. അപ്പോൾ മൊത്തം 129 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ എന്താ നമ്മുടെ ഷെയർ എത്രയാണെന്നറിയോ? 24% ആണ്. 543 അംഗ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ തെക്കേ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് 24% ആണ്. ഇത് മാറിയാണ് എങ്കിൽ നമ്മൾക്ക് 5% കുറവ് വരും. 19% നമ്മളുടെ ഷെയർ കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 848 സീറ്റാണല്ലോ ഇപ്പം നിലവിലുള്ള ജനസംഖ്യ വെച്ചിട്ടൊരു പ്രൊജക്ഷൻ പറയുന്നത് 848 സീറ്റാണ്. ശരിയാണ്. പുതിയ പാർലമെൻറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയൊരു കാര്യം, 888 സീറ്റുകൾ അവിടെ ഉണ്ട്. നല്ലതാണ്, ആ മുൻകരുതലൊക്കെ നല്ലതാണ്. അപ്പോൾ ഭാവിയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ കൊണ്ടുവന്നിട്ട് കസേര ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുന്നത് നല്ലതാണ്. പക്ഷേ 848 സീറ്റുകളിലേക്കുള്ളൊരു പ്രൊജക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അന്ന് 888 സീറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, അപ്പോൾ തന്നെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരുന്നല്ലോ കേന്ദ്ര സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർധന വരുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ആ വർധന വന്നാൽ ഭയങ്കരമായ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. ഭയങ്കരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 848 സീറ്റിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ 80 സീറ്റാണ് ഉള്ളത്. എത്ര സീറ്റാണ് കൂടാൻ പോകുന്നത്? 143 സീറ്റ്, 63 സീറ്റ് കൂടും. 63 സീറ്റ്സ് ചെറിയ കാര്യമാണോ? 80 സീറ്റ് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ചൊല്ലുണ്ടല്ലോ, ഉത്തർപ്രദേശിൽ ആര് വിജയിക്കുന്നു അവരാണ് രാജ്യം ഭരിക്കുക എന്ന് ഇപ്പോഴും പറയാറുണ്ട്. ഉത്തർപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയായിരിക്കും രാജ്യത്തെ രാഷ്ട്രീയം പോവുക എന്നൊരു ഒരു ചൊല്ല് തന്നെയുണ്ട്. അപ്പം 143 സീറ്റായിട്ട് അത് വർദ്ധിക്കുന്നു. ബീഹാറിൽ ഇപ്പോൾ 40 സീറ്റാണ് ഉള്ളത്, അത് 79 സീറ്റായിട്ട് വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ എത്ര വർദ്ധനയെന്നറിയാമോ? 39 സീറ്റ്, ഓൾമോസ്റ്റ് ഡബിൾ. 40 സീറ്റുള്ളത് ഏതാണ്ട് 80 സീറ്റ് ആകുന്നു എന്നാണ് കണക്ക്. ഇനിയിപ്പോൾ രാജസ്ഥാനിലാണെങ്കിലോ 25 സീറ്റ്, അത് ഡബിളാണ്, കൃത്യം ഡബിളാണ്, 50 സീറ്റാവും. അപ്പോൾ 25 സീറ്റിൻ്റെ വർധനയാണ്. മധ്യപ്രദേശിലോ 29 സീറ്റാണ് ഉള്ളത്, ഇപ്പം 23 സീറ്റ് കൂടി വർദ്ധിച്ച് 52 സീറ്റാവും. അവിടുത്തെ വർധന എത്രയാണെന്ന് പറയാം? 4 സംസ്ഥാനങ്ങളുടെ വർധന എത്രയാണെന്ന് പറയാം? ഒറ്റയടിക്ക് 150 സീറ്റാണ്. നമുക്ക് ഈ കണക്കൊന്നും നോക്കിയാൽ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരാം, എന്നാലും വെറുതെ ഒന്ന് പറയാം. ഉത്തർപ്രദേശ് ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. മധ്യപ്രദേശ് ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. രാജസ്ഥാൻ ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. ബീഹാർ ആരാ ഭരിക്കുന്നത്? BJPയും കൂടി ചേർന്നിട്ടുള്ള മുന്നണി ഭരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിലാണ് അവിടുത്തെ BJPയുടെ ശക്തിയൊന്നും ആരും കുറച്ച് കാണണ്ട. BJP വളരെ ശക്തമായൊരു പാർട്ടിയാണ്. ഈ 4 സംസ്ഥാനങ്ങളും അവിടെ 150 സീറ്റുകൾ ഒറ്റയടിക്കാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ കേരളം അടക്കമുള്ള തമിഴ്നാടും ഒക്കെ അടക്കമുള്ള തെക്കേ ഇന്ത്യയിൽ എത്ര സീറ്റാണ് കൂടുന്നതെന്ന് അറിയാമോ? 848 സീറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ 39 സീറ്റായിട്ടുള്ളത് 10 സീറ്റേ കൂടുകയുള്ളൂ, 49 സീറ്റ്.
10 സീറ്റേ കൂടുള്ളൂ. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കൂടി ചേർത്തിട്ട് 42 സീറ്റ് ഉണ്ടല്ലോ. എത്ര കൂടുമെന്നറിയാമോ? 54 സീറ്റ്, 12 സീറ്റേ കൂടത്തുള്ളൂ. കർണാടകയിൽ എത്ര കൂടുകയെന്നറിയാമോ? 28 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്, 41 സീറ്റാവും, 13 സീറ്റാണ് കൂടുക. കേരളത്തിൽ എത്ര സീറ്റാണ് ഉള്ളതെന്നറിയാമോ? ഇപ്പോൾ 20 സീറ്റ്, 20 സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തം ഈ പറയുന്ന തെക്കേ ഇന്ത്യയിൽ എത്ര കൂടുക? മൊത്തം 35 സീറ്റുകളാണ് കൂടുക. വടക്കേ ഇന്ത്യയിൽ എത്ര കൂടിയത്? 4 സംസ്ഥാനങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത്. ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രം കൂടിയിരിക്കുന്ന 150 സീറ്റാണ്. കേരളത്തിൽ 35, തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 35 സീറ്റാണുള്ളത്. ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും മാത്രം പ്രശ്നമല്ല. പഞ്ചാബ് ഒരു വലിയ പ്രശ്നമാണ്, ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ്. വെസ്റ്റ് ബംഗാൾ ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ്. ഒഡീഷ ഇതേപോലെ തന്നെ ഈ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ് ഇതേപോലെ തന്നെ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. 2 സീറ്റ് കൂടും. മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ ഇത് വലിയ അത് അങ്ങനെ തന്നെ തുടരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായ പ്രശ്നത്തിലേക്ക് ഇനി വരാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ്, ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണ്. എന്താണ് നമ്മുടെ ഫെഡറൽ തത്വം എന്ന് പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ശക്തിക്കനുസരിച്ചുള്ള പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്രാതിനിധ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ടാവാതിരിക്കാനുള്ള, അത് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഫെഡറൽ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നീക്കം ഇത്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിക്കേ, ഈ പറയുന്ന ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറും വലിയ ആധിപത്യം ബി ജെ പിക്ക് ഉണ്ട്. പിന്നെ ഒരു മഹാരാഷ്ട്രയും ഗുജറാത്തും കൂടി പോരെ. ഈ 848 സീറ്റ് ഉണ്ടെങ്കിൽ രാജ്യം ഭരിക്കാനായിട്ട് 6 സംസ്ഥാനം മതി. നമുക്ക് 28 സംസ്ഥാനമുണ്ട് കേട്ടോ. ഈ 28 സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങൾ പിടിച്ചാൽ മനോഹരമായിട്ട് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ബി ജെ പിയുടെ കഴിവാണ്, ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണെന്നൊക്കെ നമുക്ക് വാദിക്കുമ്പോഴും നമ്മൾ ഈ ഇംബാലൻസിനെ അങ്ങനെ വിട്ടുകളയരുത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും ശബ്ദം കേൾക്കുകയും ആ ശബ്ദങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണെങ്കിലും അതൊക്കെ അംഗീകരിക്കുകയും അതിനെ ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ടൊരു സംവിധാനം നടപ്പാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, തെക്കേ ഇന്ത്യ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ 39, 40 അല്ലെങ്കിൽ 45 സീറ്റുകൾ മാത്രമുള്ള ഈ 848 സീറ്റിൽ 40 സീറ്റ് ഘടകമാണോന്നേ? 40 സീറ്റ് ഘടകമാണോ? 543 സീറ്റിൻ്റെ കണക്ക് ഞാൻ പറയാം. എന്താ രസം എന്നറിയാമോ? 543 സീറ്റിൽ 30 സീറ്റ് വളരെ നിർണായകമായില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? 32 സീറ്റ് ഭയങ്കര നിർണായകമായില്ലേ? 240 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക്, 32 സീറ്റ് നിർണായകമായി. അതാണ് 543 കണക്കിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്. ആ 543 കണക്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 20 സീറ്റ് പ്രധാനമല്ലേ കേരളത്തിലെ? 20 സീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യവും അവരുടെ പങ്കാളിത്തവും ശക്തമായി നിലനിർത്താൻ കഴിയുന്നൊരു മെക്കാനിസത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി അങ്ങ് പറയാം. നോക്കൂ, 1971 നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 55 കോടിയാണല്ലോ. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ എത്രയാണ്? 140 കോടിയല്ലേ? എത്രയാണ്? ഏതാണ്ട് ഒരു 3 ഫോൾഡായി അല്ലേ? 3 ഇരട്ടിയോളം നമ്മളുടെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. 5 പതിറ്റാണ്ടായിട്ട് 543 സീറ്റല്ലേ നമുക്കുള്ളത്? 5 പതിറ്റാണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലെന്നേ. അപ്പം 543 സീറ്റുകൾ തന്നെ നിലനിർത്തുന്നതിനകത്തൊരു തടസ്സവുമില്ല. അതിനകത്ത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ശക്തി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഇതാണ് പ്രശ്നം. ആ പൊളിറ്റിക്കൽ അജണ്ട രണ്ടായിട്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോവാണ്. ഒന്ന്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ ബി ജെ പിയുടെ തന്നെ ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ ആദ്യകാലം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഫെഡറലിസത്തിനെതിരാണെന്നേ. ഗോൾവാക്കർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് ഒരു രാജ്യം മതി, വൺ നേഷൻ. അതേപോലെ തന്നെ ഒരു ഭരണകൂടം മതി, വൺ സ്റ്റേറ്റ്. അതേപോലെ ഒരു ലെജിസ്ലേച്ചർ മതി, അതേപോലെ ഒരു എക്സിക്യൂട്ടീവ് മതി. ഒരൊറ്റ രാജ്യം, ഒരു ഭരണകൂടം, ഒരു നിയമനിർമ്മാണ സഭ, ഒരു എക്സിക്യൂട്ടീവ്. ഇങ്ങനെയായിരിക്കണം രാജ്യം. അതിനകത്ത് ഓട്ടോണമസ് ആയിട്ടുള്ളതോ സെമി ഓട്ടോണമസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും ഉണ്ടാകാൻ പാടില്ല. ഒരു വൈവിധ്യത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളൊരു രാജ്യം എന്ന് പറഞ്ഞ് രൂപപ്പെട്ടത് എപ്പോഴാണെന്നേ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്തല്ലേ? 500-ലേറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ഒരു പ്രദേശമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കോളനി ആകുമ്പോഴാണ് ആ ബ്രിട്ടീഷ് കോളനിയിലെ ആളുകൾ അവരുടെ ഈ പറയുന്ന അടിമത്തത്തിനെതിരായിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിനെതിരായിട്ട് പോരാടാൻ വേണ്ടി ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. പക്ഷേ ആ ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രത്യേകത എന്താ? അതിൻ്റെ വൈവിധ്യങ്ങളെ അത് സംരക്ഷിച്ച് നിർത്തി എന്നുള്ളതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നല്ലേ നമ്മൾ പറയുക? ആ നാനാത്വത്തിൽ ഏകത്വമാണല്ലോ ഇന്ത്യയുടെ ഒരു മനോഹാരം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ഭാഷയില്ലല്ലോ. ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ജനവിഭാഗമല്ല നമ്മൾ. ഒരേ വസ്ത്രധാരണമാണോ നമ്മൾ നടത്തുന്നത്? അല്ലല്ലോ. ഒരേ ഭക്ഷണ രീതിയല്ലല്ലോ നമുക്ക്. വിവിധ സംസ്കാരങ്ങളല്ലേ നമുക്കുള്ളത്. അപ്പോൾ ആ വൈവിധ്യത്തെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതും ഭാരതീയത എന്ന് പറയുന്നതിനെ ഒരു ഹിന്ദുത്വ ആശയമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ
തുടക്കകാലം മുതലുള്ള അജണ്ടയാണ് ഈ പറയുന്ന ഈ ഒറ്റ രാജ്യം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത്. ആ ഒറ്റ രാജ്യത്തിനകത്ത് അവർ ഒരു തരത്തിലുള്ള വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നോക്കിക്കോളൂ, തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേറൊരു വിഭാഗമായിട്ട് കാണപ്പെടാൻ പോവുകയാണ്. കാരണം തെക്കേ ഇന്ത്യക്ക് ഈ രീതിയിലാണ് ഡീലിമിറ്റേഷൻ സംഭവിക്കുന്നത് എങ്കിൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒട്ടും തന്നെ റെലവൻ്റ് അല്ലാതായി മാറും. നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ 163 സീറ്റുകളെ ഉണ്ടാവുള്ളൂ. 163 സീറ്റ് എന്ന് പറഞ്ഞാൽ 848 19% പ്രാതിനിധ്യമുള്ളത്. 19% നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം നിലവിലുള്ളത് 24%. അത് 19% ചുരുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെ ഒരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് കാണണം. 2031 ഇതിന് സെൻസസ് നടക്കാൻ പോകുന്നത്. 2021 അവസാനം സെൻസസ് നടന്നത്. 2026 വരെയാണ് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 2026 ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇത് തുടരാനാണ് തീരുമാനമെങ്കിൽ, സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ, ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ 2031 ഈ പറയുന്ന 848 സീറ്റ് വരും. 848 സീറ്റ് വന്നാൽ തെക്കേ ഇന്ത്യയുടെ ആകെയുള്ള പ്രാതിനിധ്യം 169 ആയിരിക്കും. എത്ര തുച്ഛമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വോയിസിന് എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടാവുമോ എന്ന് മാത്രവുമല്ല, രാഷ്ട്രീയമായി നോർത്ത് ഇന്ത്യയിൽ സ്വാധീനമുള്ള, അതിൽ തന്നെ 4-5 സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ പറ്റുന്ന സുഗമമായ ഒരു സംവിധാനവും ഇതുവഴി രൂപപ്പെടും എന്നുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ ആശങ്ക മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതിനെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണണം. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഭാഗമായിരിക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ പരമാധികാരം തീരുമാനിക്കുന്നതിൽ നമുക്കുള്ള പ്രാതിനിധ്യവും ആനുപാതികമായ അവകാശങ്ങളും പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കാനുള്ള ബാധ്യത ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ട് നിലപാടെടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തെക്കേ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന, ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഗൗരവമുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ആ അർത്ഥത്തിൽ ഈ പോരാട്ടത്തെ ഞാൻ അനുകൂലമായി കാണുന്നു. ഈ പോരാട്ടത്തെ ഞാൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, പുനർനിർണയത്തിൽ പോരാട്ടമോ എന്നാണ് ചോദ്യം. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് കെ അണ്ണാമലൈ പറഞ്ഞത് ഇമാജിനറി ഫിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഒരു ഭാവനാത്മകമായ ഭയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഈ കണക്കുകൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്. അത് അമിത്ഷായും ആവർത്തിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ അടക്കം, സ്റ്റാലിൻ അടക്കം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭയമുൽപാദനത്തിലാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, അതല്ല പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണോ? ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണിസാർ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പോരാട്ടം നടത്തുന്നത് മുഴുവൻ BJP ഭരിക്കാത്ത അല്ലെങ്കിൽ BJP സഖ്യകക്ഷി അല്ലാത്ത സർക്കാരുകൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഇവിടെയൊന്നും BJPയോ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളോ NDAയിൽ ഉൾപ്പെട്ട കക്ഷികളോ ഭരിക്കാത്ത സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇത് ദുർബലമായി കൊണ്ടിരിക്കുന്ന, ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു വ്യായാമമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ എക്സർസൈസിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് സർക്കാരിന് നടത്താൻ കഴിയും. കാരണം അതിൻ്റെ മുൻകാല രീതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഈ പ്രോറേറ്റ എന്താണ് എന്ന് പോലും കേന്ദ്ര സർക്കാർ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിന് മുൻപ് തന്നെ അസ്യൂം ചെയ്യുകയാണ്. MK സ്റ്റാലിൻ പറയുകയാണ് ഇങ്ങനെയാണ്, 30 വർഷം കൂടി ഇങ്ങനെ തുടരണം. എന്നാൽ കൃത്യമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ അധിക മണ്ഡലങ്ങളുടെ കാര്യം അത് തീരുമാനിക്കുന്നതെല്ലാം ഈ പ്രോറേറ്റ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനമാണോ, അതായത് കൃത്യമായി ആനുപാതികമായ വിതരണം സാധ്യമാകുന്നുണ്ടോ, എന്താണ് മാനദണ്ഡം എന്ന് ഇതുവരെ പറയാത്ത ഒന്നിനെ, അതായത് ഇരുട്ടത്തി കറുത്ത പൂച്ചയെ തപ്പുകയാണ് MK സ്റ്റാലിൻ. അതിന് കൂട്ടുനിൽക്കാൻ, കുടപിടിച്ചു കൊടുക്കാനും പിണറായി വിജയൻ തമിഴ്നാട്ടിലേക്ക് പോവുകയുമാണ്. അതാണ് നിലവിലത്തെ കാര്യം. അതായത് എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, അഭിപ്രായ സമന്വയം വഴി സർക്കാർ തീരുമാനമെടുക്കണമെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉറപ്പായും എല്ലാ സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ, MK സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരെ, സ്റ്റാലിൻ അതിൽ പങ്കെടുക്കുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം തമിഴ്നാടിനെ പ്രത്യേകമായ ഒരു രാജ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം വരുമ്പോൾ മുൻകാലങ്ങളിൽ കേന്ദ്ര സർക്കാരുകൾ ചെയ്തിട്ടുള്ളതും അഭിപ്രായ സമന്വയത്തിന്റെ രീതി തന്നെയാണ്. ആ വഴി തന്നെയാണ് ഇവിടെയും തുടരാൻ പോവുക. അങ്ങനെ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പോകുന്നു എന്ന കുറേ സർവേകൾ, കുറേ പ്രതികരണങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കുറേ വാദങ്ങൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുകയായിരുന്നു, മുഴുവൻ വാദങ്ങളും അല്ലെങ്കിൽ മുഴുവൻ സ്റ്റഡീസും ഇങ്ങനെയായിരിക്കും, അങ്ങനെയായാൽ ഇങ്ങനെയാകും, ഇങ്ങനെയായാൽ അതിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഊഹങ്ങളാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇതുവരെ നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ സീറ്റ് എണ്ണം കുറയുമോ, സംസ്ഥാനത്തിൻ്റെ സീറ്റിൻ്റെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരുമോ, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട പോയിന്റ് എന്നാണ് ഞാൻ
മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആനുപാതിക വിഹിതത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും കൃത്യമായ പ്രാതിനിധ്യത്തിൽ കുറവ് വരാത്ത രീതിയിലുള്ള ഒരു വിതരണമാണ് നടത്താൻ പോകുന്നത് എങ്കിൽ അതിനെ തടയേണ്ട ആവശ്യമില്ലല്ലോ. അത് കൃത്യമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഡോക്ടർ അരുൺ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ 52, 63, 73 ഈ 3 മണ്ഡല പുനർനിർണ്ണയങ്ങൾക്ക് ശേഷം ഒരു മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടില്ല എന്നതുകൂടി ഒരു വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ട്. 73 ശേഷം 2025 നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എത്ര ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ പുനർനിർണ്ണയം നടത്താതെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്റ്റാലിൻ ഇത് ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2026 നിലവിലത്തെ ഈ ഒരു ഫ്രീസിംഗ് അവസാനിക്കുന്നത്. അത് കഴിയുമ്പോൾ അടുത്ത 30 വർഷം കൂടി 2056 വരെ 1971 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളതാണ് സ്റ്റാലിൻ ആവശ്യപ്പെടുന്നത്. അത് പ്രാക്ടിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സർക്കാരിന് തീരുമാനമെടുക്കാനും കഴിയില്ല. പക്ഷേ സർക്കാർ ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ജനസംഖ്യാ നിയന്ത്രണം നല്ല വിദഗ്ധമായി തന്നെ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലാണ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അവരെ കൂടി കേൾക്കുക. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ സ്റ്റാലിനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സംസ്ഥാനത്തെ കൂടി കേട്ടായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാകാം സ്റ്റാലിൻ പറയുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ഒരു ഡിസിഷനിലേക്ക് പോകില്ല. ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ കോവിഡിനെ തുടർന്ന് 2021 നടക്കേണ്ട സെൻസസ് അനിശ്ചിതമായി നീട്ടിവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ ആർട്ടിക്കിൾ 82 അനുസരിച്ച് ഈ 2026 ശേഷമുള്ള സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഇനി ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടത്. അതിന് മുൻപുള്ള സെൻസസുകൾ കണക്കാക്കാൻ കഴിയില്ല. അവിടെയാണ് സ്റ്റാലിൻ പറയുന്നത് ഈ നേരത്തെ നടത്തിയ 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന്. അത് സാധ്യമായ ഒരു കാര്യമല്ല. അടുത്ത സെൻസസ് നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇത്രയും പഴയ ഡാറ്റ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിഭവങ്ങളുടെ സമാഹരണത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വിഭവങ്ങളുടെ വിതരണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഈ 1971 ശേഷം നടത്താൻ പാടില്ല, ആ ഡാറ്റ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിനും അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് അടുത്ത സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം എടുത്തേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പറയുന്നത്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു നാഷണൽ വ്യൂസ് എപ്പോഴാണ് തമിഴ്നാട് അംഗീകരിക്കുന്നത്? അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം തമിഴ്നാടിനുണ്ടോ എന്നതുകൂടി നമ്മൾ നോക്കണം. കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്. അവിടെ അവർക്ക് കൃത്യമായ ആ ഒരു തമിഴ് മക്കൾ രാഷ്ട്രീയമാണ്. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമികയുമായി ഒരിക്കലും ചേർന്ന് പോകുന്ന ഒന്നുമല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയാണ് കോൺഗ്രസിന് ഒരു അസ്തിത്വം നഷ്ടപ്പെട്ടത് എന്ന അന്വേഷണം എത്തി നിൽക്കുക കാമരാജിലാണ്. കാമരാജ് AICCയുടെ നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടി തമിഴ്നാട്ടിൽ കോൺഗ്രസ് ദുർബലമാവുകയാണ്. സംസ്ഥാന ഘടകത്തിനൊരു നാഥനില്ലാതെ പോകുന്നു. അങ്ങനെ അവിടെ കോൺഗ്രസിന് ഒരു കാലുറപ്പിക്കാനായി ഒന്നുമില്ല. ഇപ്പോഴും DMKയുടെ വാലറ്റത്ത് നിൽക്കുന്ന വളരെ ദുർബലമായ ഒരു കക്ഷിയാണ്. ഇവിടെ നമ്മൾ NCP ഒക്കെ പറയുന്നത് പോലെ അല്ല, NCPയെക്കാളും ദുർബലമാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പോലെയുള്ള ഒരു കക്ഷിക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു സേ ഇല്ല. അവിടെയാണ് മറുഭാഗത്ത് വിജയ് ഒരു ഫോഴ്സായി ഇപ്പോൾ ഉയർന്നു വരാൻ ശ്രമിക്കുകയാണ്, വിജയുടെ പാർട്ടി TVK. അതുപോലെ തന്നെ BJP അണ്ണാമലയുടെ പ്രതികരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയല്ലോ. അണ്ണാമലയെ കൃത്യമായി ഇവർക്ക് ഒരു ഭീഷണിയായി അണ്ണാ DMKയുടെ ജലലിതയ്ക്ക് ശേഷമുള്ള AIADMKയുടെ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനാണ് വിജയ് ആയാലും അണ്ണാമലയുടെ BJP ആയാലും തമിഴ്നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ സ്റ്റാലിന് ഒരു കൃത്യമായ ഒരു 2 ഫോഴ്സുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇപ്പോൾ സ്റ്റാലിൻ ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തമിഴ് ഓണർ അതാണ് എപ്പോഴും സ്റ്റാലിൻ മുഖ്യമായി മുന്നിൽ കാണുന്നത്. അതിൽ അത് ഹിന്ദി റിജക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാലിൻ എടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം. അങ്ങനെയൊന്നുമുള്ള ഒരു ഔട്ട്റൈറ്റ് സ്റ്റാൻഡൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും സ്റ്റാലിനാകാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ CPIMന്റെ നയമാറ്റമടക്കം നമ്മൾ കണ്ടതാണ് സംസ്ഥാന സമ്മേളന വേളയിൽ. അപ്പോൾ സ്റ്റാലിൻ്റെ ആവശ്യങ്ങളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കേരളത്തിലെ CPIMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഇങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൽ സ്റ്റാലിൻ്റേത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടേതായ തമിഴ് ഓണർ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാലിൻ്റെ ഒരു ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് MK സ്റ്റാലിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് മമതാ ബാനർജിയും പൂർണ്ണമായി അതേ രീതിയിൽ പ്രതികരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തിരുത്താം. പശ്ചിമ ബംഗാൾ അടക്കം വരുമെന്ന് ഉണ്ണിസാർ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എന്നത് നോക്കണം. അതുപോലെ തന്നെ ഈ ആൻറ്റി ഹിന്ദി റിമാർക്സ് അത് സ്റ്റാലിൻ തുടർച്ചയായി ഹിന്ദിക്കെതിരായ ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു മുന്നണി പോരാളിയായി അദ്ദേഹം ആവിഷ്കരിക്കാൻ സ്വയം
സ്വയം അങ്ങനെ ആയിത്തീരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും ലിമിറ്റഡ് ടു തമിഴ്നാടായിരിക്കും. അല്ലാതെ ദക്ഷിണേന്ത്യ മുഴുവൻ ഒന്നാകെ ഹിന്ദിയെ ചെറുക്കാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇതിനകം തന്നെ അത് സംഭവിക്കുമായിരുന്നു. ഹിന്ദിയും വരട്ടെ, അല്ലെങ്കിൽ ഹിന്ദിയും ഉൾച്ചേർന്നോട്ടെ, മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ തള്ളി പറയുന്നില്ല, ഹിന്ദിയും വന്നോട്ടെ എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആ കാര്യത്തിലെ ഒരു നിലപാട്. ഇതിൽ സ്റ്റാലിൻ്റെ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിലെ അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ് പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ ഒരു ഡിസിഷൻ അദ്ദേഹം, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം കൊണ്ടുവരികയും എല്ലാവരെയും അതിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIM-ൻ്റെയും തമിഴ്നാട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പത്തറ്റിക് ആണ്. DMK-യുമായി ചേർന്ന് നിൽക്കാതെ മറ്റൊരു സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. കോൺഗ്രസിനെ പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ CPIM-ൻ്റെയും സ്ഥാനം. അതുകൊണ്ട് തന്നെ DMK-യുമായിട്ട് ഒരേ രേഖയിൽ ചേർന്ന് പോവുക എന്നത് മാത്രമാണുള്ള ഓപ്ഷൻ. അതുകൊണ്ടാണ് 22-ാം തീയതിയിലെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഡീലിമിറ്റേഷൻ വരികയാണെങ്കിൽ അത് BJPക്ക് കുറച്ചുകൂടി വളർച്ച കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ സീറ്റ് എണ്ണം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി BJPക്ക് ഇവിടെ കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ വരാനുള്ള ഒരു സാധ്യത എല്ലാ തരത്തിലും നിലനിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് വരിക. അത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം എല്ലാത്തിലുമുണ്ട്. ഭരിക്കുന്ന പാർട്ടി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതായത് അവർക്ക് കൂടുതൽ കാലം ഭരിക്കാൻ, കൂടുതൽ വർഷങ്ങൾ മുന്നോട്ടേക്ക് തുടർച്ചയായി ഭരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. അതിപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിലും അവരും അധികാര തുടർച്ചയെ ലക്ഷ്യമിടുകയുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ 2ാം ടൈം ഭരിക്കുമ്പോൾ 3ാം ടൈമും 4ാം ടൈമും സ്വന്തമാക്കാനേ നോക്കുകയുള്ളൂ. 2026 മാത്രമല്ല 2031 കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അവർ നടത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയും കാര്യം. അവരിനി അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ സീറ്റ് എണ്ണം കൂട്ടിയത്. അതൊക്കെ വളരെ ക്ലിയർ ആണ്. അവരതൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. സീറ്റ് എണ്ണം കൂട്ടാനും അധികാരത്തിൽ തുടരാനും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള, സീറ്റുകൾ തുടർച്ചയായി നിലനിർത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് അവരെ സഹായിക്കുമെന്നുള്ളതും വ്യക്തമാണ്. ജനസംഖ്യാനുപാതികമായി ഉള്ള പ്രോറേറ്റയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യും. ഇതിൽ സ്റ്റാലിൻ്റെ പോരാട്ടം എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രഡിക്റ്റബിൾ അല്ല. പക്ഷേ അത്രയ്ക്കകത്തങ്ങോട്ട് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണിസാറിൻ്റെ ഈ വിഷയത്തിൽ ഉണ്ണിസാർ ഉന്നയിച്ച ആശങ്കകൾ കൃത്യമാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ ആശങ്കയ്ക്ക് വകയുള്ള കാര്യമാണ്. ഇന്ത്യ മുന്നണിക്ക് ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒന്നൊന്നായി അടയുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയത്തിൽ എൻ്റെ ഒരു ടേക്ക് കേന്ദ്ര സർക്കാർ ഈ അഭിപ്രായ സമന്വയത്തിലേക്ക് പോകും എന്ന് തന്നെയാണ്. സംസ്ഥാനങ്ങളെ കേൾക്കാതെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള സ്റ്റാലിൻ്റെ ആ ഒരു വറി എന്ന് പറയുന്നത് ഒരു ഓവർ വറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എല്ലാവരെയും കേട്ടുകൊണ്ടായിരിക്കും ഉണ്ടാവും. എനിക്കൊരു കാര്യം അതിനകത്ത് പറയാം. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വെച്ചാൽ ഇപ്പം സുജയ പറഞ്ഞത് ശരിയാണ്. ഇതിപ്പോൾ ഒരു പ്രോറേറ്റ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇപ്പം നടക്കാനിരിക്കുന്നത് എങ്ങനെയുള്ള ഒരു ഡീലിമിറ്റേഷനാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ സുജയ ഒരു ഉദാഹരണമുണ്ട്. എന്താണെന്നറിയാവുന്നത്? അത് കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ തീരുമാനങ്ങളാണ്. എന്താണ് ആ ഫിനാൻസ് കമ്മീഷൻ തീരുമാനമെടുത്തത്? എത്രയാണ് ഉത്തർപ്രദേശിന് കിട്ടുന്ന വിഹിതം? 17%. എത്രയാണ് ബീഹാറിന് കിട്ടുന്ന വിഹിതം? 10%. എത്രയാണ് രാജസ്ഥാന് കിട്ടുന്ന വിഹിതം? 6%. എത്രയാണ് മധ്യപ്രദേശിന് കിട്ടുന്ന കേന്ദ്ര വിഹിതം? 8%. എത്രയാണ് കേരളത്തിന് കിട്ടുന്നത്? 1.9%. എത്രയാണ് തെലങ്കാനയ്ക്ക് കിട്ടുന്നത്? 2%. എത്രയാണ് തമിഴ്നാടിന് കിട്ടുന്നത്? 3%. എത്രയാണ് ആന്ധ്രാപ്രദേശിന് കിട്ടുന്നത്? 4%. അപ്പോൾ ഈ അനുഭവം ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഈ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ 848-നെ പേടിക്കുന്നത്. അതുതന്നെയാണ് കാര്യം. അത് വരാനിരിക്കുന്നു, അതെങ്ങനെ വരാനിരിക്കുന്നു എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. കേരളത്തിനൊന്നും മാറി നിൽക്കാൻ കഴിയില്ല ഈ ഫൈറ്റിൽ. 1.9% നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 3.5-ൽ നിന്ന് 1.5 വെട്ടിക്കുറച്ചതാണ്. അതുകൊണ്ട് ഇത് ഇരുട്ടത്ത് പൂച്ചയെ തപ്പുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള നീക്കമായി തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പുനർനിർണയത്തിൽ പോരാട്ടമോ എന്നാണ് ചോദ്യം. പോരാട്ടം കടുക്കുമെന്നാണ് എൻ്റെ പക്ഷം. പോരാട്ടം മാത്രമല്ല, കോടതി കയറാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിലുള്ള നിയമമനുസരിച്ച് പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കിയാൽ നിലവിൽ ഡീലിമിറ്റേഷനെ ഫിക്സ് ചെയ്തിരിക്കുന്ന 84-ാം ഭരണഘടനാ ഭേദഗതി മറികടക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പക്ഷം. 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ 2026 ശേഷമുള്ള സെൻസസ് പ്രകാരം മാത്രമായിരിക്കണം ഡീലിമിറ്റേഷൻ നടക്കുക എന്നതാണ് 84-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. ഇതിനു മുൻപ് 2001 വരെയാണ് ആ ഡീലിമിറ്റേഷൻ നിർത്തിവെച്ചിരുന്നത്. അത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു. ഞാൻ ഈ കണക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു കണക്ക് പറയാം. അത് അമേരിക്കയിലെ കണക്കാണ്. അമേരിക്കയിലെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ലോക്സഭയ്ക്ക് സമാനമായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന സഭയിൽ 1913 435 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെ. അന്ന് ജനസംഖ്യ 9,40,00,000 ആയിരുന്നു.
ആ ജനസംഖ്യ ഏകദേശം 34 കോടിയായി 2025. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 34 കോടിയായിട്ട് വർദ്ധിച്ചു. ഇപ്പോഴും അമേരിക്കയിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 435 1913 നിന്ന് 2025 ആകുമ്പോൾ അമേരിക്കയിലെ കോൺഗ്രസിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലുള്ള അംഗങ്ങളുടെ സംഖ്യ വർദ്ധിച്ചിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു അവിടെ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇതേ പ്രശ്നമുണ്ടാവും. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒരു ട്രൂ ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ട്രൂ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അമേരിക്കയിലെ രണ്ടാമത്തെ ഹൗസ് എന്ന് പറയുന്നത് സെനറ്റാണ്. സെനറ്റിൽ മൊത്തമുള്ള അംഗസംഖ്യ 100 അതിൽ ഓരോ സ്റ്റേറ്റിനും, അത് വലുതോ ചെറുതോ ആവട്ടെ, ഏറ്റവും വലിയ സ്റ്റേറ്റുകൾ, അത് കാലിഫോർണിയ ആണെങ്കിലും ടെക്സാസ് ആണെങ്കിലും അതല്ല ഒരു കുഞ്ഞു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും, അലാസ്ക ആണെങ്കിലും, എല്ലാ സ്റ്റേറ്റുകൾക്കും ഈക്വൽ റെപ്രസെൻറ്റേഷനാണ് അമേരിക്കയിലെ ഉപരിസഭയായ സെനറ്റിലുള്ളത്. അതുകൊണ്ടാണ് മൊത്തമുള്ള 50 സംസ്ഥാനങ്ങളിൽ 2 പേരെന്ന കണക്കിൽ 100 സെനറ്റിൻ്റെ അംഗസംഖ്യ ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഒരു ട്രൂ ഫെഡറൽ സംവിധാനമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ഫെഡറലിസം വിത്ത് യൂണിറ്ററി ബയാസ്. അതിനെ ക്വാസി ഫെഡറൽ എന്നൊക്കെയാണ് നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അതുകൊണ്ട് നമ്മളുടെ ഉപരിസഭയായ രാജ്യസഭയിൽ എല്ലാ സ്റ്റേറ്റുകളുടെയും എണ്ണം ഫിക്സ് ചെയ്തിരിക്കുന്നത് നിയമസഭയുടെ അംഗങ്ങളുടെ എണ്ണത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് 9 ആകുന്നത്. അതേസമയം രാജസ്ഥാനിൽ നിന്ന് 40 മുകളിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഉപരിസഭയുടെ കാര്യത്തിൽ. ഇനി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പോലെ നിലവിൽ നമുക്ക് ഇത് ക്യാപ്പ് ചെയ്യാൻ കഴിയുമോ? ക്യാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഈ 84-ാം ഭരണഘടനാ ഭേദഗതി, പുതിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം 543 ഫിക്സ് ചെയ്യാം. അതിന് തടസ്സമില്ല. എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 2031 എന്നുള്ളത് അടുത്ത 20 വർഷത്തേക്ക് 2051 എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷേ അത് ഭരണഘടനയുടെ സ്പിരിറ്റിന് ചേരുന്നതാണോ എന്ന വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം ലോക്സഭയുടെ സീറ്റിനെ നിശ്ചയിക്കുന്നത് അതാത് സെൻസസിന് ശേഷം ഒരു സ്വതന്ത്ര കമ്മീഷനാണ്, ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ MP-മാർ ഓരോ വോട്ടർമാരുടെയും കണക്ക് എങ്ങനെയാണോ അനുപാതം അത് ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ആ അനുപാതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ 10 ലക്ഷം ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഒരു MP എന്ന നിലയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. 10 ലക്ഷം വോട്ടർമാർ ഈക്വൽ ടു 1 MP എന്ന നിലയിലാണ് ഇപ്പോൾ അതിൻ്റെ അനുപാതം പോകുന്നത്. അതാണ് ഒരു പ്രോ റാറ്റ എന്ന് പറയുന്നത്. ഈ പ്രോ റാറ്റ അതാണ് പ്രശ്നം. അപ്പോൾ ആ പ്രോ റാറ്റ തുടരുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അങ്ങനെ പ്രോ റാറ്റ തുടരുകയാണെങ്കിൽ, ഇതേ കണക്കിൽ തുടരുകയാണെങ്കിൽ 848 അംഗസംഖ്യയിലേക്ക് പോകുമ്പോൾ അത് 20 ലക്ഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മുടെ പോപ്പുലേഷൻ 160 കോടിയോളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നിശ്ചയിച്ചിരുന്നതാവട്ടെ 54 കോടി മാത്രമുള്ള 1971 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ ഡീലിമിറ്റേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം 120 കോടിയാണ് ജനസംഖ്യയെങ്കിൽ നിലവിൽ ഇതനുസരിച്ച് വന്നാൽ 1600 അംഗസംഖ്യയിലേക്ക് പോകും. 1600 പോകും. 140 ആണെങ്കിൽ 1400 ആവും. 140 ആണെങ്കിൽ 1400, 160 ആണെങ്കിൽ 2031 കണക്ക് വരാൻ അവിടെ 160 വരാൻ പോകുന്നതെങ്കിൽ 1500-1600 അംഗങ്ങൾ ലോക്സഭയിലേക്ക് ഉണ്ടാകും എന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും പ്രോറാറ്റയിൽ ഒരു റീഡെഫിനിഷൻ ഉണ്ടാവും. പക്ഷേ പ്രോറാറ്റയിൽ റീഡെഫിനിഷൻ 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമാക്കി മാറ്റുകയാണെങ്കിൽ 848 ചുരുങ്ങും. നമ്മുടെ പാർലമെൻറ്റിൽ പരമാവധി ഇരിക്കാൻ കഴിയുന്നത് 888 പേർക്കാണ്. അപ്പോൾ പാർലമെൻറ്റിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് തന്നെ ഈ ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി നമ്മൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത്. ഇനി 20 ലക്ഷം വന്നാലേ, ഈ കണക്ക് പ്രകാരം 20 ലക്ഷം വന്നാലേ കേരളത്തിൽ 15 സീറ്റ് അതാണ് ഇനി വരാൻ പോകുന്നത്. ആ കണക്കാണ് കൗതുകം. എന്തുകൊണ്ടാണ് ഇത് പീനലൈസ് ചെയ്യപ്പെടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് എന്തു തന്നെ വന്നാലും ആർട്ടിക്കിൾ 82 അനുസരിച്ച് നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. നിലവിലുള്ള 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഇതേ കണക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുക. അങ്ങനെ വന്നാൽ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 സ്പിരിറ്റിനെ ലംഘിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം. കാര്യം സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ, കാര്യം അവിടെ പ്രോറാറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 10 ലക്ഷം എന്നുള്ളത് 20, 30, 40 ലക്ഷം ആളുകൾക്ക് ഒരു MP എന്ന നിലയിലേക്ക് കണക്ക് മാറുന്നു. എന്തുകൊണ്ടാണിത്? ഞാൻ പറയുന്നത് ഇതിനൊരു പീനലൈസിങ്ങിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ്റെ കണക്ക് പറഞ്ഞത്. ഏറ്റവും നന്നായി ജനസംഖ്യാ നിയന്ത്രണം നടത്തിയ സംസ്ഥാനങ്ങളെ പീനലൈസ് ചെയ്യുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണം എന്ന്
എന്ന് പറയുന്നത്. ഇത് ലോക്സഭയിലെ സീറ്റിൻ്റെ കാര്യത്തിലും സംഭവിക്കുമോ എന്നൊരു രാഷ്ട്രീയ ആശങ്ക സ്വാഭാവികമാണ് എന്നതാണ് എൻ്റെ പക്ഷം. അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വൈരുദ്ധ്യരാതന ബുദ്ധി വെച്ചുകൊണ്ടുള്ളതല്ല. നമ്മുടെ മുന്നിലൊരു അനുഭവമുണ്ട്. ആ അനുഭവമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഫിനാൻസ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 40% കിട്ടുന്ന ഉത്തർപ്രദേശും 1.9% മാത്രം കിട്ടുന്ന കേരളവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് കണക്കിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ആ കണക്ക് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായ കണക്ക് സൂചിപ്പിച്ചെങ്കിലും ഒരിക്കൽ കൂടി ആ കണക്ക് പ്രേക്ഷകർ കേൾക്കണം. മൊത്തം 848 മാറുന്നതെങ്കിൽ അതാണ് ഒരു സാധ്യത. അതല്ലെങ്കിൽ 543 ക്യാപ്പ് ചെയ്ത് നിർത്തുക. നമ്മൾ 848 പോകുന്നു എന്ന് കരുതുക. അതാണ് ഭൂരിപക്ഷം സാധ്യത കൂടുതൽ. 848 പോകാനാണ് സാധ്യതയെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നീ 4 സംസ്ഥാനങ്ങളുടെ മൊത്തം സീറ്റുകൾ എടുത്താൽ, ഞാൻ വർധനമല്ല, മൊത്തം സീറ്റുകൾ എടുത്താൽ 324 സീറ്റുകളിലേക്ക് പോകും. കേവലം 4 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 324 എന്ന് പറഞ്ഞാൽ 848 മൂന്നിലൊന്നിന് മുകളിൽ പോയി. 3/1 മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് 324. അതേസമയം സദറൻ സ്റ്റേറ്റുകൾ എടുത്തു നോക്കൂ. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, ഈ സ്റ്റേറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഗോവ കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സംഖ്യ 169 എന്നതിലേക്ക് എത്തും. അതായത് ഇന്ത്യയിലെ തന്നെ 4 സംസ്ഥാനങ്ങൾ 324 MP-മാരെ കൊടുക്കുമ്പോൾ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് ആകെ കൊടുക്കാൻ പോകുന്നത് 169 MP-മാരെയാണ് എന്നൊരു കണക്ക്, ഒരു ഡിസ്ക്രിപ്പൻസിയായി വരും. 848 ആയിട്ടാണ് ലോക്സഭയിലെ അംഗസംഖ്യ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മളുടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എത്രയാണെന്നറിയാമോ? 425 സീറ്റുകൾ മാത്രം മതി. 425 സീറ്റുകൾ നിലവിൽ 4 സംസ്ഥാനങ്ങളിൽ 100% നേടിയാൽ 324 സീറ്റുകൾ ഓൾറെഡി BJP കൊണ്ടുപോകും. അങ്ങനെ നേടുന്ന സംസ്ഥാനങ്ങൾ 28. അങ്ങനെ ഇപ്പൊ നിലവിൽ അതാണ്. അപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ 28 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങൾ കൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്താം. ഇനി ഒരു 4 സംസ്ഥാനങ്ങൾ കൂടി പിടിച്ചാൽ, അതായത് 28 സംസ്ഥാനങ്ങളിൽ കേവലം 8 സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കൊണ്ട് തന്നെ രാജ്യം പിടിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തും. അതായത് 111 സീറ്റുകൾ കൂടി മാത്രം മതി. 324 നിന്ന് 101 സീറ്റുകൾ കൂടി മതി ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്ത് BJPക്ക് അധികാരം പിടിക്കാൻ. മഹാരാഷ്ട്രയും ഗുജറാത്തും ഇല്ല. 2 സ്റ്റേറ്റുകൾ വന്നാൽ തന്നെ ആയി കഴിഞ്ഞു. അപ്പോൾ 6 സീറ്റുകൾ കർണാടകയിൽ കിട്ടും. കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ഇതേ കാരണമാണ് 84-ാം ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആശങ്കയായി വരുന്നത്. ഇനി ഇതിനെ പീനലൈസ് ചെയ്യുന്നു എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് 848 നമ്മുടെ ലോക്സഭയിലെ സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഉത്തർപ്രദേശിൽ 63 സീറ്റുകൾ കൂടി 143 സീറ്റുകളാവും. ബീഹാറിൽ 40 സീറ്റുകൾ 79 സീറ്റുകൾ ആയി മാറും. 39 സീറ്റുകളുടെ വർധനയുണ്ടാവും. രാജസ്ഥാനിൽ 25 സീറ്റുകൾ അടുത്ത 25 സീറ്റുകൾ കൂടി വന്ന് 50 സീറ്റുകളായി മാറും. മധ്യപ്രദേശിൽ 52 സീറ്റുകളായി മാറും. 23 സീറ്റുകളുടെ വർധനമുണ്ടാവും. തമിഴ്നാട്ടിൽ നിലവിലുള്ള 39 49 മാറും. 10 സീറ്റുകളുടെ വർധനമുണ്ടാവും. ആന്ധ്രാപ്രദേശിൽ 42 54 മാറും. 12 സീറ്റുകളുടെ വർധനമുണ്ടാവും. കേരളത്തിൽ 20 സീറ്റായി തുടരും എന്നുള്ളതാണ്. അതായത് ഈ വർധന 20 സീറ്റിൽ മത്സരം നടക്കുന്നത് അന്വേഷിക്കുക പോലും ഇല്ല. അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ സിക്കിമിനെയും മണിപ്പൂരിനെയും, ഇപ്പൊ അമേരിക്കയെ കുറിച്ച് പറഞ്ഞില്ലേ, ചൈനയുടെ നാഷണൽ കോൺഗ്രസിൽ ഇരിക്കുന്ന എത്രയാ? 3000 പേരാണ്. പക്ഷേ നമ്മുടെ പാർലമെന്റ് നോക്കൂ, പോപ്പുലേഷൻ വെച്ച് നോക്കൂ. ഇന്ത്യയും ചൈനയും പോപ്പുലേഷൻ നോക്കൂ. ചൈന ഫെഡറൽ സ്റ്റേറ്റ് ആണോ സുജയ? ചൈന പോപ്പുലേഷൻ യൂണിറ്ററി സ്റ്റേറ്റ്. അവിടെ നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ സീറ്റ് കൂട്ടുന്നത് പോലെയാണ് അവിടെ സീറ്റ് കൂട്ടാൻ പറ്റുക. അത് പോപ്പുലേഷൻ അടിസ്ഥാനത്തിലാണ്. ഐ എഗ്രി. സുജയ പറഞ്ഞ ഒരു പോയിന്റോട് ഞാൻ എഗ്രി ചെയ്യുന്നു. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ MP-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഭരണഘടനയുടെ സ്പിരിറ്റ്. കാരണം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനറൽ ബിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ മനസാക്ഷിയുടെ അംഗീകാരം. ഒരു ലോക്സഭയിൽ ഇരിക്കുന്ന ഒരു MP, ആ MP-യുടെ എത്ര ശതമാനമാണ് ഞാൻ? ഒന്നാലോചിച്ച് നോക്കൂ. ആ ലോക്സഭയിൽ ഇരിക്കുന്ന MP-യുടെ 10 ലക്ഷത്തിൽ ഒരാളാണ് ഞാൻ. 15 ലക്ഷമായി. ഇപ്പോൾ 2024 2026 15 ലക്ഷം. ആ 15 ലക്ഷത്തിൽ ഒരാളായി ഒരു MP അവിടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യത്തിന്റെ ദൃഢത നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെയാണ് ഈ പ്രോറാറ്റയുടെ കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നത്? അത് എങ്ങനെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുക. അങ്ങനെ ജനസംഖ്യ അടിസ്ഥാനമാക്കി തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ പീനലൈസ് ചെയ്തു എന്ന് പറയാനൊരു കാരണം കൂടിയുണ്ട്. ജനസംഖ്യയുടെ റേറ്റ് നോക്കൂ, ഫെർട്ടിലിറ്റി റേറ്റ്. ആ ഫെർട്ടിലിറ്റി റേറ്റിൽ കേരളം എവിടെയാണ് നിൽക്കുന്നത്? കേരളം ഏറ്റവും നല്ല പ്രകടനമല്ലേ കാഴ്ചവെച്ചിരിക്കുന്നത്? ഒരു സ്ത്രീ പരമാവധി 1.8 ആണ്. കേരളത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 1.8 ആണ്. തെലങ്കാനയിൽ 1.8 ആണ്. ആന്ധ്രാപ്രദേശിൽ 1.7 ആണ്. കർണാടകയിൽ 1.7 ആണ്. തമിഴ്നാട്ടിൽ 1.7 ആണ്. ഒരു സ്ത്രീ 1.8 എന്നതാണ്. 2 കുട്ടികളില്ല എന്നതാണ് ശരാശരി കണക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൂടിയ കണക്ക് കൂടി നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതൽ ലോക്സഭാ MP-മാരെ അയക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഹാറിൽ അത് 3 ആണ്.
കേരളത്തിൽ ഇത് 1.8 ആണ്. അപ്പോൾ ഫാമിലി പ്ലാനിംഗ് ഏറ്റവും നന്നായി നടപ്പിലാക്കിയ, ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ, 1.8ലേക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കുറച്ചു കൊണ്ടുവന്ന കേരളത്തിന് 20 സീറ്റുകളാക്കി മാത്രം നിർത്തുകയും ഉത്തർപ്രദേശിൽ അത് 2.4 ആയിരിക്കെ ഉത്തർപ്രദേശിൽ 63 MP-മാരെ കൂടി കൂടുതൽ കൊടുക്കുകയും ചെയ്താൽ ഏത് സ്റ്റേറ്റിനാണ് ആ അർത്ഥത്തിൽ ഫെർട്ടിലിറ്റി റേറ്റ് പ്രകാരം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്? കേരളത്തിനാണ്. ഏറ്റവും നല്ല ജനസംഖ്യാ മാതൃക അവതരിപ്പിക്കുന്ന കേരളം രണ്ട് കാര്യങ്ങളിൽ പിന്നാക്കം പോകുന്ന അവസ്ഥയുണ്ടാവും. ഒന്ന്, ഫിനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം നമുക്ക് കിട്ടുന്ന സംസ്ഥാന വിഹിതത്തിൽ കുറവുണ്ടാവും. നമ്പർ 2, ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ നമുക്കൊരു വർധനയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്നത് ഒരു സീറ്റും തെക്കേ ഇന്ത്യക്ക് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. നഷ്ടപ്പെടില്ല എന്നേ പറയുന്നുള്ളൂ. നഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് ഈ കണക്കിലാണ്. കേരളത്തിന് 20 സീറ്റ് കിട്ടും, പക്ഷേ ഉത്തർപ്രദേശിൽ 63 സീറ്റുകൾ കൂടും. അതായത് കേരളത്തിൽ നിലവിലുള്ള 20-ന്റെ 3 മടങ്ങ് സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ അധികമായി വരാൻ പോകുന്നത്. നിലവിൽ കേരളത്തിൽ 20 സീറ്റ് മാത്രം, ഉത്തർപ്രദേശിൽ വർദ്ധിക്കാൻ പോകുന്നത് മാത്രം 63, മൊത്തം 143 MP-മാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ ശക്തി എവിടെ? 20 MP-മാരെ മാത്രം ലോക്സഭയിലേക്ക് അയക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ശക്തി എവിടെ? ഇനി മൊത്തം 129 MP-മാരെ മാത്രം ലോക്സഭയിലേക്ക് അയക്കുന്ന ദക്ഷിണേന്ത്യയുടെ ശക്തി എവിടെ? 324 MP-മാരെ അയക്കുന്ന 4 സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ കർണാടക അതിലുണ്ടല്ലോ. കർണാടക അടുത്ത തവണ മാറില്ല എന്ന് കരുതാൻ കഴിയും. അല്ല, കർണാടകയുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള എങ്ങോട്ട് മാറിയാലും നമ്പർ ഓഫ് സീറ്റ്സ് ആർക്ക് കിട്ടിയെന്നുള്ളത് വേറെ കാര്യം. അല്ല, ഇപ്പോ ഇന്ത്യ മുന്നണിക്ക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണല്ലോ. അല്ലല്ല, ഇന്ത്യ മുന്നണിയായിട്ടല്ലേ ബന്ധം. അതാണ് പൊളിറ്റിക്സ് അതിലുണ്ട്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സീറ്റെണ്ണം കൂടുന്നതാണ് ഈ പറയുന്നത്. അല്ല, യുപി ബിജെപിയുടെ കയ്യിലാണ്. കേരളത്തിന്റെ പ്രാതിനിധ്യത്തെ കുറിച്ച് യുപിയിൽ കൂടുമെന്ന് ആശങ്കപ്പെടുന്നത് എന്തിനാണ്? മധ്യപ്രദേശ് ഇപ്പൊ യുപി ഓൾറെഡി കൂടുതലല്ലേ? ഇപ്പൊ കേരളത്തെ കാണുന്ന 4 ഇരട്ടിയില്ല ജനസംഖ്യയുണ്ട്. അതാണ് 24 കോടി ജനസംഖ്യയുണ്ട്. എംപിയോട് ഒരിക്കലും സംസാരിക്കാനുള്ള സമയം കിട്ടണ്ടേ? പ്രശ്നം 50 ലക്ഷമുള്ള ഒരു നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ അതിമനോഹരമായിട്ട് ഫാമിലി പ്ലാനിങ് നടത്തി. നമുക്ക് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ മുദ്രാവാക്യം കേരളത്തിൽ നടപ്പാക്കി. നമ്മൾ വളരെ വൃത്തിയായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരോഗ്യ മേഖല നല്ല ഗംഭീരാക്കി, എഡ്യൂക്കേഷൻ ഗംഭീരാക്കി, എല്ലാ കാര്യങ്ങളും ഗംഭീരാക്കി. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പീനലൈസ് ചെയ്യപ്പെടുന്നു. പറഞ്ഞ ഒരു പോയിന്റാണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള കാര്യം. നിങ്ങൾ ചൈനയെ നോക്കൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യ എന്ന ഫെഡറലിസത്തെ അല്ല നോക്കേണ്ടത്, ചൈന എന്ന യൂണിറ്ററി സ്റ്റേറ്റിനെ എന്നതാണ്. അതാണ് ഗോൾവക്കർ പറഞ്ഞത്. യൂണിറ്ററി അറിഞ്ഞു അറിയാതെ സുജയുടെ കയ്യിൽ നിന്ന് തന്നെ അല്ലല്ല, ചൈനയുടെ കാര്യം ഞാൻ ചൈനയാണ് എക്സാമ്പിൾ എന്നല്ല ഞാൻ പറഞ്ഞത്. ജനസംഖ്യ കൂടി വരുന്നതനുസരിച്ച് വീണ്ടും നിങ്ങൾ 50 ലക്ഷം പേർക്ക് ഒരു MP മതി എന്നതാണ് നിങ്ങളുടെ പോയിന്റ്. അത് റിഡിക്കുലസ് ആണ്. ഞാനതാണ് അമേരിക്കയിൽ തുടങ്ങിയത്. അമേരിക്കയിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇപ്പോഴും 435 ഉള്ളൂ. 1913 435 ഉള്ളൂ. അത് മാത്രമല്ല 34 കോടി ആയപ്പോഴും അത്രയല്ലേ ഉള്ളൂ. അല്ല, മാത്രമല്ല നമുക്ക് യൂണിയൻ ലിസ്റ്റ് എടുക്കാം. എന്താണ് ഇവർ ലെജിസ്ലേറ്റ് ചെയ്യുന്നത് നോക്കാലോ. ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ടാക്സേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, റെയിൽവേസ്, ബാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാരുകളിലൂടെയാണ്. സംസ്ഥാന സർക്കാരുകളിലൂടെ വരുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നു, മുനിസിപ്പാലിറ്റികളെ ശാക്തീകരിക്കും, കോർപ്പറേഷനുകളെ ശാക്തീകരിക്കും. അവരെപ്പോഴും എന്താ ഡേ ടു ഡേ അഫയേഴ്സിൽ നിൽക്കുന്നവരാണ്. 543 പേര് എന്ന് പറയുന്നത് 5 പതിറ്റാണ്ടായിട്ട് നമ്മൾ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിയാൽ, പുനർനിർണയത്തിൽ പോരാട്ടമോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ് ഉത്തരം. 3 പേരുടെ. Meet the editors.